രാഷ്ട്രീയ നിരീക്ഷകൻ എ ജി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ ജി ജോർജ്, നോക്കൂ, ഈ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ ജയിൽ അധികൃതർക്ക് വലിയ രീതിയിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാവുകയാണ്. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഗോവിന്ദചാമി ഒരു ദിവസം കൊണ്ടല്ല ഇത്തരത്തിൽ ജയിൽ ചാടാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത് എന്നാണ്. ഇത്രയും ജയിൽ അധികൃതർ അവിടെ ഈ സുരക്ഷയ്ക്കായി നിൽക്കുമ്പോൾ ഇത്രയും തയ്യാറെടുപ്പുകൾ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ജയിലിൽ ഈ ഗോവിന്ദചാമി നടത്തിയിട്ടും ഇവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ്. ആവണി, ഈ തരത്തിലുള്ള പരിഹാസ്യമായിട്ടുള്ള അന്വേഷണ പരിപാടികളും കമ്മീഷനും അടിയന്തരമായിട്ട് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ കഴിഞ്ഞ 10 വർഷമായി ഈ സർക്കാർ ഏതാണ്ട് 9.25 വർഷമായി നടത്തിയ കമ്മീഷനുകളുടെ ഒക്കെ തുടർ നടപടികൾ എന്താണെന്നൊന്ന് പരിശോധിച്ച് നോക്കാൻ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ശ്രമിക്കണം. ഇതെല്ലാം അട്ടിയിട്ട് ആളടി പൊക്കത്തിൽ അവിടെ ഫയലുകൾ അവിടെ ഓരോ തരത്തിലും ഓരോ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. താമസിയാതെ ഏതെങ്കിലും ആക്രിക്കാർക്ക് അതിനെ തൂക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. ഈ റിപ്പോർട്ടുകൾ, ഏതെല്ലാം റിപ്പോർട്ടുകളാണ് ഇവിടെ ഈ സംസ്ഥാനത്ത് ഇത്രയും കാലങ്ങളിലായി നടപ്പാക്കിയതും അതിന്റെ ഫോളോ അപ്പായി എന്തെങ്കിലും കാര്യമായി ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ആളുകളെ വിഡ്ഢികളാക്കുന്ന, പൊതുസമൂഹത്തെ വിഡ്ഢികളും പരിഹാസ്യമാക്കുന്നതല്ലേ ഈ അന്വേഷണ കമ്മീഷൻ. 2 റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെ ഒരു കമ്മീഷനായി വെച്ച് അവർ രണ്ടുപേരും കൂടെ ജയിലെല്ലാം കൂടെ പരിഷ്കരിക്കാനായിട്ട് ഇപ്പം വെച്ച് നിർദ്ദേശം വരും. ഇനി 9 മാസമേ ഉള്ളൂ ഈ ഭരണത്തിന്. എന്ത് നടപ്പാക്കുമെന്നാണ് ആവണി ഞങ്ങളെ പോലെയുള്ള ആളുകൾ വിശ്വസിക്കേണ്ടത്? ഇതൊക്കെ വെറും ഒരു കപട നാടകവും മനുഷ്യന്റെ കണ്ണിൽ പൊടിയാണ്. ഗോവിന്ദചാമി അവിടുന്ന് ജയിലിൽ ചാടിയത് ഒരു രാത്രി കൊണ്ട് അദ്ദേഹം ഏറ്റവും കനമുള്ള കമ്പികളൊക്കെ ഏതോ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് അറുത്ത് മുറിച്ച് അദ്ദേഹം ജയിലിൽ ചാടി എന്നൊക്കെയാണല്ലോ ഇപ്പോൾ വാർത്തകൾ വന്നിരിക്കുന്നത്. അവിടെ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി എന്താണ്? അത് ആദ്യം നിശ്ചയിക്കണം. അവിടെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ അവർ പട്രോളിംഗ് നടത്തി ഓരോ സെല്ലിന്റെയും അവിടെ ഭൗതികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ നോക്കി കാലാകാലങ്ങളിൽ അതിന് പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ എടുക്കുന്നതിന് പകരം അവിടുത്തെ, ഞാൻ ആരെയും അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുന്നില്ല, പോലീസ് അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ പോലും അവിടുത്തെ ഈ ജയിലിൽ കിടക്കുന്ന തടവ് പുള്ളികളുടെ ചങ്ങാതികളാണ്, ഒക്കെ ചങ്ങാതികളാണ്. ഇതിനകത്ത് ഒരുപാട് ഒത്തുതീർപ്പ് കളികളൊക്കെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കണ്ണൂരിലെ വലിയ അതിസുരക്ഷയുള്ള ജയിലിലും തവനൂരിലെ ജയിലും കൊടി സുനിയൊക്കെ കിടന്നതായിട്ടുള്ള ജയിലാണല്ലോ തവനൂരിലെ ജയില്. അവിടെയൊക്കെ മൊബൈൽ ഫോണും കഞ്ചാവും മദ്യവും ഒക്കെ ഏകദേശം അവിടെ ഇരുന്നു. നമുക്കറിയാമല്ലോ, കൊടിസുനി പോയി അദ്ദേഹം അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം സുഖമായി മദ്യപിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ആവണി. എന്താണ് ഈ തരത്തിലുള്ള സംഗതി? ഇവിടെ ഇപ്പോ ഒരു പുതിയ പ്രയോഗം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. കുറെ കാലമായി ഞങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതാണ് സിസ്റ്റം ഫെയിലിയർ. സിസ്റ്റം ഫെയിലിയർ. ഞാൻ ചോദിക്കട്ടെ, സിസ്റ്റം എന്ന് പറയുന്ന സാധനം എന്താ, ഉരുണ്ടതാണോ ചുവന്നതാണോ? സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് മാനുവലാണ്. ഹ്യൂമൻ ബീയിങ്സ് ആണ്, മനുഷ്യരാണ് ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റത്തിന് തകരാറുണ്ടെങ്കിൽ അതാണല്ലോ ഡോക്ടർ ഹാരിസ് ചെയ്തത്. സിസ്റ്റത്തിന് തകരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോൾ രായ്ക്ക് രാമാന ഹൈദരാബാദിൽ നിന്ന് സാധനം വന്നല്ലോ. അപ്പോൾ സിസ്റ്റത്തിന്റെ തകരാറുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത് ഒരു വെറും തട്ടിപ്പാണ്, ഒരു കോമഡിയാണ്. സിസ്റ്റം സ്വന്തമായിട്ട് പ്രവർത്തിക്കുന്നതല്ല, അത് ആദ്യം മനസ്സിലാക്കണം. സിസ്റ്റത്തെ മാൻ ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്, മനുഷ്യശേഷിയാണ് ചെയ്യുന്നത്. അപ്പോ മനുഷ്യശേഷി ഉപയോഗിക്കുമ്പോൾ അവർ കണ്ടെത്തുന്നതായിട്ടുള്ള സിസ്റ്റത്തിന്റെ തകരാർ അപ്പോഴപ്പോൾ ഭരിക്കുന്നതിനാണ് ഇവിടെ ഉദ്യോഗസ്ഥരുള്ളത്, അതിനാണ് വകുപ്പ് മന്ത്രിയുള്ളത്. അപ്പോൾ അതൊന്നും ചെയ്യാതെ സിസ്റ്റമിക് ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഇവിടെ മുഴുവൻ അഴിമതിയും കെടുകാര്യസ്ഥയുമാണ് ജയിൽ വകുപ്പിൽ നടക്കുന്നത്. അവിടുത്തെ ജീവനക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല, വേണ്ടത്ര രീതിയിലുള്ള ജീവനക്കാരില്ല. അവിടെ തടവുപുള്ളികളായി കിടക്കുന്ന ആളുകൾക്കൊന്നും യാതൊരു നിയന്ത്രണവുമില്ല. 100 പേരെ താമസിപ്പിക്കേണ്ട ജയിലുകളിൽ 500-600 പേരെ ആളുകളെ താമസിപ്പിക്കുകയാണ്. ഒരു മേൽനോട്ടവുമില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കണ്ടില്ലേ, ആവണി റിപ്പോർട്ട് ചെയ്താണല്ലോ, പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മോഷണം പോയിരിക്കുന്നു. ഇത് കേട്ടാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതെന്തോ ഒരു സിനിമാ കഥ പോലല്ലേ വരുന്നത്? ജയിലിനകത്തുണ്ടായിരുന്ന ലക്ഷങ്ങൾ മോഷണം പോയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെന്താ നടക്കുന്നത്? അതാണ് നമ്മൾ പറയുന്നത്, കുറുന്തോട്ടിക്ക് വാദം പിടിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അല്ലെങ്കിൽ ഈ നമ്മൾ സാധാരണ പറയുന്നുണ്ട്, വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നു. അപ്പൊ ജയിലിനകത്ത് തന്നെ മോഷണം നടക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ള അവസ്ഥ എന്താണ്? അപ്പൊ ഇതാകെ കൂടെ തകർന്നു കിടക്കുന്ന ഒരു മേഖലയാണ് ഈ ആരോഗ്യ മേഖലയെ പോലെ ജയിൽ വകുപ്പ്. യാതൊരു ഉത്തരവാദിത്വമില്ല, വേണ്ടത്ര ജീവനക്കാരില്ല, വേണ്ടത്ര സംരക്ഷണമില്ല. ഇതിനകത്ത് ഒരുപാട് ഒത്തുകളികളുണ്ട്.
ജയിൽ ഉദ്യോഗസ്ഥന്മാർ പല ക്രിമിനൽ പുള്ളികളുമായി രഹസ്യ ബാന്ധവമുള്ളവരാണ് എന്നൊക്കെ പലയിടത്തുനിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതുകൊണ്ടാണ് ഈ മൊബൈൽ ഫോണും മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ ജയിലിനകത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിഗൗരവമായിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കമ്മീഷനെ വെച്ച് റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊക്കെ തൂക്കി വിൽക്കും ഈ കമ്മീഷൻ റിപ്പോർട്ട്. എത്ര കമ്മീഷൻ അന്വേഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്, ഈ വകുപ്പ് സമഗ്രമായി അഴിച്ചുപണിയണം. ഈ വകുപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം. അതുപോലെ തന്നെ അവിടെ സൗകര്യങ്ങൾ വേണ്ട തരത്തിലുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അവിടുത്തെ പട്രോളിംഗ് കൂടുതൽ ഫലപ്രദമാക്കണം. അവിടുത്തെ ജയിൽ പുള്ളികളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്ന കമ്മീഷനുകളും മറ്റും തുടരെയായി അവിടെ പോയി കാര്യങ്ങൾ നോക്കണം. അല്ലാതെ എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ അവിടെ കമ്മീഷനെ നിയമിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി മന്ത്രിയുടെ ആഫീസിലെ അലമാരിക്കകത്ത് കൊണ്ടുവച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് വിചാരിച്ചാൽ ഈ പ്രശ്നം തീരില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ AG ജോർജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.